ഹായ് ഗൈസ്. സോ ഇതുവരെ നമ്മൾ വേരിയബിൾസും ഓപ്പറേറ്റേഴ്സും മാത്തമാറ്റിക് ഓപ്പറേഷൻസ് എല്ലാം ഗോ ത്രൂ ചെയ്തിരുന്നു അല്ലേ. സോ അതെല്ലാം ലൈക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഉണ്ടാകുന്ന ഒരു കോർ ബേസിക്സ് ആണ്. പക്ഷേ ഇനി നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്, അതാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്നുള്ളത്. സോ കൺട്രോൾ സ്ട്രക്ചർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ടെക്നിക്കലായിട്ട് തോന്നും, പക്ഷേ കോൺസെപ്റ്റ് സിമ്പിളാണ്. പ്രോഗ്രാമിങ്ങിൽ നമ്മൾ എല്ലാ കോഡും ലൈൻ ബൈ ലൈനാണ് എക്സിക്യൂട്ട് ചെയ്യണം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാം അങ്ങനെ ചെയ്യണമെന്ന് ആവശ്യം വരില്ല. ചിലപ്പോൾ നമുക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം, ഇത് ട്രൂ ആണെങ്കിൽ എനിക്ക് സ്പെസിഫിക് കോഡ് റൺ ചെയ്യണം, അല്ലെങ്കിൽ അത് ഫോൾസ് ആണെങ്കിൽ സ്പെസിഫിക് കോഡ് റൺ ചെയ്യണം, അല്ലെങ്കിൽ ചില കോഡിക്ക് റിപ്പീറ്റഡ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കും കുറേ പ്രാവശ്യം. സോ അതിന് നമ്മൾ ലൂപ്സ് പറയും. സോ അതായത് കൺട്രോൾ സ്ട്രക്ചർ നമുക്ക് പ്രോഗ്രാമിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇത് ജാവാസ്ക്രിപ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. കാരണം കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ബൂളിയൻ വാല്യൂസ്, ലൂപ്സ് ആൻഡ് നമുക്ക് എന്താ പറയുക എറർ ഹാൻഡ്ലിംഗ് ഒക്കെ നമ്മൾ ആക്ച്വലി ഇതിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവെല്ലാം കൺട്രോൾ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. ഇനി നമുക്ക് ലൈക്ക് 1 by 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒക്കെ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. ഓക്കെ, സോ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നതൊരു കണ്ടീഷൻ എന്നത് ബേസിക്കലി എന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സോ ട്രൂ ആണെങ്കിൽ ഒരു കോഡ് ബ്ലോക്ക് റൺ ചെയ്യും, ഫോൾസ് ആണെങ്കിൽ മറ്റൊരു കോഡ് ബ്ലോക്ക് റൺ ചെയ്യേണ്ടി വരും. സോ ഓക്കെ, ഇവിടെ നമ്മുടെ കേസ് എടുക്കലുണ്ട്. എക്സാമ്പിളായിട്ട് ഞാൻ കാണിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ കേസിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട് ഒരു ഫംഗ്ഷനിൽ. ലൈക്ക് എന്താ പറയുക, ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ബി ഉണ്ട്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 2 നമ്പർ ആഡ് ചെയ്യാനുള്ളതും, ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ 2 നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യാനുള്ളതും. ഓക്കെ, ഇപ്പോൾ യൂസറിൻ്റെ ഇൻപുട്ട് അനുസരിച്ച് ആഡ് ആകണോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യണോ എന്നത് നമുക്ക് കണ്ടീഷനിൽ ഡിസൈഡ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിന് കണ്ടീഷൻ വേണം. ഓക്കെ, കണ്ടീഷൻ എന്നത് ബേസിക്കലി ഒരു ബൂളിയൻ വാല്യൂ ആണ്, ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അതാണ് ഇത്. ഇനി ബേസിക്കലി ബൂളിയൻ വാല്യൂ എന്നത് നമുക്ക് എന്നത് ഓപ്പറേറ്റേഴ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈക്വാലിറ്റി ഓപ്പറേറ്റർ ഉണ്ട്. 2 പ്രാവശ്യം ഈക്വൽ ടു, ഇവിടെ കണ്ടു 2 പ്രാവശ്യം ഈക്വൽ ടു, അല്ലെങ്കിൽ 3 പ്രാവശ്യം ഈക്വൽ ടു, ഇവിടെ 3 ഈക്വൽ ടു ഉണ്ട്. സോ അതിന് ഇക്വാലിറ്റി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്ക്ലമേറ്ററി ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ്ക്ലമേറ്ററി ഈക്വൽ ടു. എക്സ്ക്ലമേറ്ററിക്ക് നമ്മൾ നോട്ട് നിന്ന് ഡിഫൈൻ ചെയ്യുക. സോ നോട്ട് ഈക്വൽ ടു അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു എന്ന് പറയും. പിന്നെ നമുക്ക് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ. സോ ബേസിക്കലി ഇതൊക്കെ ബൂളിയൻ വാല്യൂ റിട്ടേൺ ചെയ്യുന്നതാണ്. ഒരു എക്സാമ്പിൾ നമുക്കിവിടെ കാണിക്കുകയാണെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യാം, ഇൻസ്പെക്ട് കൺസോൾ. ഓക്കെ, സോ ഇവിടെ ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ് ഈക്വൽ ടു 5, ലെറ്റ് ബി ഈക്വൽ ടു 3. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് നമുക്ക് എന്നിട്ട് എ ഈക്വൽ ടു ബി എന്ന് നമുക്ക് കൊടുത്തോക്കാം. സോ ബേസിക്കലി എ ഈക്വൽ ടു ഫോൾസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് വേറെ കൂടി നോക്കാം. എ ഗ്രേറ്റർ ദാൻ ബി, നമുക്ക് ട്രൂവും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എ ഈക്വൽ ടു ബി എന്ന് എഴുതുമ്പോൾ ആക്ച്വലി ഇത് ചെക്ക് ചെയ്യുന്നത് വാല്യൂസാണ്. ഈ എയുടെ വാല്യൂസും ഈക്വൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈക്വൽ ആണെങ്കിൽ ട്രൂ ചെയ്യും, ഇവിടെ ഈക്വൽ അല്ലാത്തതുകൊണ്ട് അത് ഫോൾസ് നമുക്ക് തന്നു. ഇപ്പോൾ ഇതൊരു ചെറിയ ട്വിസ്റ്റും കൂടി ഉണ്ട്. ലൈക്ക് ജാവാസ്ക്രിപ്റ്റിൽ എന്ന് വെച്ചാൽ സിംഗിൾ ഈക്വൽ ടു നമ്മളിവിടെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേരിയബിൾ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ ഈക്വൽ ടു നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഡബിൾ ഈക്വൽ ടു സൈൻ നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എയും ബിയും ഞാൻ വാല്യൂ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തു. ഇനി നമുക്ക് 3 ഈക്വൽ ടു ഉണ്ട്, ട്രിപ്പിൾ ഈക്വൽ ടു ഉണ്ട്. സോ ബേസിക്കലി ട്രിപ്പിൾ ഈക്വൽ ടു എന്ന് വെച്ചാൽ വാല്യൂം ടൈപ്പും കമ്പയർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് കൺസോളിൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഞാനിവിടെ ഡബിൾ ഈക്വൽ ടു വെച്ച് ഒന്ന് തുടങ്ങാം. ലൈക്ക് 2 ഈക്വൽ ടു 2 സിമ്പിളാണ്, ട്രൂ ആണ്. ഓക്കെ, ഇനി ഞാൻ 2 ഈക്വൽ ടു സ്ട്രിങ്ങിൽ 2 എഴുതി. ഓക്കെ, അതും ട്രൂ ആണ് വരുന്നത്. എന്നിട്ട് ഞാൻ 2 ഈക്വൽ ടു 3 പ്രാവശ്യം ഈക്വൽ ടു ഇട്ടിട്ട് സ്ട്രിങ്ങിൽ 2 എഴുതി. ഓക്കെ, റൺ ചെയ്താൽ ഫോൾസ് കിട്ടി. സോ ഇവിടെ കാണുന്ന പോലെ ഡബിൾ ഈക്വൽ ടു സൈൻ ടൈപ്പ് ചെക്ക് ചെയ്യുന്നില്ല. 2 എന്ന നമ്പറും പിന്നെ 2 എന്ന സ്ട്രിങ് ചെക്ക് ചെയ്യുന്നു. 2 ഈക്വൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റിൽ. പക്ഷേ ട്രിപ്പിൾ ഈക്വൽ ടു നമ്മളിവിടെ കൊടുത്ത ട്രിപ്പിൾ ഈക്വൽ ടുവിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് എക്സാക്റ്റ് ആയിട്ട് ടൈപ്പും കൂടി ചെക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ഫോൾസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. കാരണം ഇവിടെ ഒന്ന് നമ്പർ ആണ് ടൈപ്പ്, ഒന്ന് ഇവിടെ സ്ട്രിങ് ആണ്. സോ അത് രണ്ടും ടൈപ്പ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് അത് ഫോൾസ് ഇവിടെ നമുക്ക് റിട്ടേൺ ചെയ്ത് തന്നു. ഇവിടെ വാല്യൂസ് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ, ടൈപ്പ് ചെക്ക് ചെയ്യുന്നില്ല ഡബിൾ ഈക്വൽ ടു. ഓക്കെ, സോ ഇതുപോലെ തന്നെയാണ് ഇൻഇക്വാലിറ്റി ഓപ്പറേറ്റേഴ്സ് പറയുന്നത്. ലൈക്ക് നോട്ട് ഈക്വൽ ടു, ലൈക്ക് നോട്ട് ഈക്വൽ ടു ബേസിക്കലി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നോട്ട് ഈക്വൽ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട് ഈക്വൽ ടു എന്ന് എഴുതുന്നത് നോട്ട് ഈക്വൽ വിത്ത് ടൈപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ
സോ ഇവിടെ നോട്ട് ഈക്വൽ ടു നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ വാല്യൂ ചെക്ക് ചെയ്യാനും പിന്നെ നോട്ട് ഈക്വൽ ടു എന്നുള്ളത് നമ്മൾ നോട്ട് ഈക്വൽ വിത്ത് ടൈപ്പ് ചെക്ക് ചെയ്യാനുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഈക്വൽ ടു വെച്ച് ചെക്ക് ചെയ്യുന്നതാണ് ഈക്വൽ ടുവിൻ്റെ കേസിൽ ബെറ്റർ. അതുപോലെ നോട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതും ബെറ്ററാണ്. കാരണം അത് സ്ട്രിക്റ്റ് കമ്പാരിസൺ ആണ്, ടൈപ്പ് സേഫ് ആണ്, അതുകൊണ്ട് തന്നെ അൺപ്രഡിക്റ്റബിൾ ബിഹേവിയറൊക്കെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ, ഇവിടെ എഴുതിയത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതൊക്കെ യൂസ് ചെയ്യുന്നത്. സോ ഇവ ഉപയോഗിച്ച് ബേസിക്കലി വാല്യൂസ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിവിടെ നമ്മളിവിടെ എഴുതിയിരുന്നു. ഓക്കെ, എ ഗ്രേറ്റർ ദാൻ ബി നമ്മൾ കൊടുത്ത് ട്രൂ കിട്ടും. കാരണം ഇവിടെ എയുടെ വാല്യൂ 5 ആണ്, ബിയുടെ വാല്യൂ 3 ആണ്. സോ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 2 കിട്ടുന്നുണ്ട്. സോ ഇത് നമ്പേഴ്സ് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ സ്ട്രിങ്സും കൂടി ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ എനിക്ക് ക്യാപിറ്റൽ സി ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ എ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ട്രൂ കിട്ടുന്നുണ്ട്. സോ ബേസിക്കലി ജാവാസ്ക്രിപ്റ്റ് ലെക്സോഗ്രാഫിക് കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. ബേസിക്കലി അത് സി എയും 2 സ്ട്രിങ് ആണ്. സോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ആകും, കാരണം സി ആൽഫബറ്റിക്കലി എനേക്കാളും വലുതാണ്. ഇനി മറ്റൊരു ഓപ്പറേറ്ററും കൂടി ഉണ്ട്, നോട്ട് ഓപ്പറേറ്റർ. ഞാൻ പറഞ്ഞിരുന്നു അത് എക്സ്ക്ലമേറ്ററി ആണെന്നുള്ളത്. ഓക്കെ, സോ എക്സ്ക്ലമേറ്ററിക്ക് ഇത് നോട്ട് ഓപ്പറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത് ബൂളിയൻ വാല്യൂന് ബേസിക്കലി ഇൻവെർട്ട് ചെയ്യുന്നു. ഇപ്പം ഞാനിവിടെ നോട്ട് ട്രൂ എന്ന് പറഞ്ഞ് എഴുതാം. നോട്ട് ട്രൂ എന്ന് പറഞ്ഞാൽ ഫോൾസ് ആവും. ഇപ്പം നോട്ട് ഫോൾസ് എന്ന് പറഞ്ഞാൽ എന്താവും? ട്രൂ ആവും. സോ ബേസിക്കലി ഇതിനാണ് നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇത് ബൂളിയൻ വാല്യൂവിനെ ഇൻവെർട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാനിവിടെ പറഞ്ഞു നമുക്കൊരു വേരിയബിൾ ഇത് ട്രൂ ആണെങ്കിൽ, വേരിയബിൾ ഞാൻ ട്രൂ എന്ന് കൊടുത്തുന്നുള്ളൂ, ഇത് വേരിയബിൾ ട്രൂ ആണെങ്കിൽ അതിനെ ഫോൾസ് ആക്കി റിട്ടേൺ ചെയ്യും. അതായത് നോട്ട് ട്രൂ എന്ന് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, പിന്നെ ബേസിക്കലി നമ്മുടെ നോട്ടും കവർ ചെയ്ത് കഴിഞ്ഞിരുന്നു നമ്മൾ. ഇത് ലേറ്റർ സെഷൻസിൽ ലൂപ്സും കണ്ടീഷനും കമ്പൈൻ ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാനത് പറഞ്ഞെന്ന് മാത്രം. സോ ഫ്രണ്ട്സ്, ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് ഇക്വാലിറ്റി, ഇൻഇക്വാലിറ്റി, ഗ്രേറ്റർ ദാൻ, സ്മോളർ, പിന്നെ ലോജിക്കൽ നോട്ട്, ഇവയാണ് നമ്മൾ ബേസിക്കലി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ബാക്ക് ബോൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇവ ഉപയോഗിച്ചാണ് ജാവാസ്ക്രിപ്റ്റ് ഡിസിഷൻ മേക്കിംഗ് നമ്മൾ ചെയ്യുന്നത്. സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ്, ബൂളിയൻ വാല്യൂസ് പറഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ് കിട്ടും, പിന്നെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞാൽ ചെക്ക് റിലേഷൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും, പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് കമ്പൈൻ കണ്ടീഷൻസ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ വരെ ബേസിക്കലി നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടല്ലോ. ഇനി ബേസിക്കലി ബൂളിയൻ വാല്യൂസ് എങ്ങനെ യൂസ് ചെയ്യാമെന്നും കൂടി നമുക്കത് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, സോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പറഞ്ഞു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ കണ്ടീഷൻ കൊടുക്കണം എന്നുള്ളത്. സോ ഇഫ് കണ്ടീഷൻ നമുക്ക് മാൻഡേറ്ററി. ഇത് വേണ്ടത് ഒരു ബൂളിയൻ വാല്യൂ മാത്രമാണ്, അല്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ നമുക്കിവിടെ എഴുതാൻ പറ്റും. ലൈക്ക് ഇഫ് കണ്ടീഷൻ ഇങ്ങനെ എഴുതിയിട്ട് എന്നിട്ട് ഇവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഉള്ളിലത്തെ കോഡ്, ഇഫിൻ്റെ ഉള്ളിലത്തെ കോഡ് ബേസിക്കലി അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഈ കണ്ടീഷൻ എന്നാൽ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ കോഡ് ബ്ലോക്ക് റൺ ചെയ്യുള്ളൂ. പക്ഷേ ബൂളിയൻ വാല്യൂസ് എങ്ങനെ കിട്ടും? സോ അതിനായി നമ്മൾ ബേസിക്കലി കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഞാനിവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് ഈക്വൽ ടു, ലൈക്ക് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, അങ്ങനെ ട്രിപ്പിൾ ഈക്വൽ ടു, ബേസിക്കലി അതൊക്കെയാണ്. സോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ബൂളിയൻ വാല്യൂസ്, കണ്ടീഷനുള്ള ബൂളിയൻ വാല്യൂസ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഈ ഓപ്പറേറ്റേഴ്സ് എന്താണ് റിട്ടേൺ ചെയ്യുന്നത് വെച്ചാൽ നമ്പറും അല്ല, സ്ട്രിങ്ങും അല്ല, അത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആണ്. സോ അതുകൊണ്ട് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ബേസിക്കലി ഇതാണ് എഴുതുന്നത്, ഇങ്ങനെയായിരിക്കും എഴുതുന്നുണ്ടാവുക. ഒരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഏജ് നമ്മൾ 20 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ ട്രൂ ആണ്. സോ ഇവിടെ ഏജ് ഇപ്പോൾ 20 ഗ്രേറ്റർ ദാൻ 18 ബേസിക്കലി ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ കൺസോൾ ലോഗിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, പക്ഷേ സംടൈംസ് നമുക്ക് ഇതിനൊക്കെ തന്നെ ബൂളിയൻ വാല്യൂസ് ഉള്ള വേരിയബിൾസ് ഉണ്ടാക്കും. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, നമ്മൾ ഓൾറെഡി വേരിയബിൾ ഉണ്ട് ഈസ് ലോഗ്ഡ് ഇൻ എന്ന് പറഞ്ഞിട്ട്, ആ വേരിയബിൾ ഓൾറെഡി ബൂളിയൻ വാല്യൂ ആണ്, ട്രൂ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്റ്റ് ആയിട്ട് ആ വാല്യൂ ചെക്ക് ചെയ്യാം. ട്രൂ ആണോ എന്ന് കോഡർ ഇവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്കിത് ഡയറക്റ്റ്ലി ഇവിടെ കണ്ടീഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. ചിലവർ ഇത് എഴുതും ഇങ്ങനെ, ലൈക്ക് ഈസ് ലോഗ്ഡ് ഇൻ ഈ ട്രിപ്പിൾ ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞ് എഴുതും. ഇത് എററൊന്നും പറ്റില്ല ഇങ്ങനെ എഴുതിയാലും, പക്ഷേ ഇത് റിഡൻഡൻ്റ് ആണ്. കാരണം ബൂളിയൻ വാല്യൂ ഓൾറെഡി ട്രൂ ആണല്ലോ, പിന്നെ വീണ്ടും നമ്മൾ ട്രിപ്പിൾ ഈക്വൽ ടു ട്രൂ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് നോക്കാം. ലൈക്ക്
നോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് ബൂളിയൻ വാല്യൂനെ ഇങ്ങനെ ഇൻവേർട്ട് ചെയ്യാം എന്നുള്ളത്. സോ ഓൾറെഡി നമ്മൾ എഴുതിയിരുന്നു ഈ വാല്യൂ ഈസ് ലോഗ്ഡ് ഇൻ ഓൾറെഡി ട്രൂ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ലൈക്ക് നോട്ട് ഈസ് നോട്ട് ലോഗ്ഡ് ഇൻ ലൈക്ക് ഇത് എക്സ്ക്ലമേറ്ററി ഈസ് ലോഗ്ഡ് ഇൻ എന്ന് വെച്ചാൽ നോട്ട് ഈസ് ലോഗ്ഡ് ഇൻ ബേസിക്കലി. അങ്ങനെയാണെങ്കിൽ ലോഗ്ഡ് ഇൻ ട്രൂ ആണെങ്കിലും ലൈക്ക് ഇവിടെ ഫോൾസ് ആയി മാറും ഇത്. സോ ഫോൾസ് ആകുമ്പോൾ എന്താ വെച്ചാൽ യൂസർ ലോഗ്ഡ് ഇൻ വരും ഇത്. സോ ഇത് ട്രൂ ആണ്. നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ ഇത് ഫോൾസ് ആയി. ഫോൾസ് ആകുമ്പോൾ നേരെ ഈ എൽസ് കോള് എൽസ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ഇഫിൻ്റെ ബ്ലോക്കിലെ കോഡൊന്നും ഇത് റണ്ണാവില്ല, നേരെ എൽസിലേക്കാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക. സോ ഇത് ചെയ്യാനുള്ള മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഈസ് ലോഗ്ഡ് ഇൻ നോട്ട് ഈക്വൽ ടു ട്രൂ ആണെങ്കിൽ സെയിം തന്നെയാണ്. ഇവിടെ എക്സ്ക്ലമേറ്ററി എടുത്ത് മാറ്റിയിട്ട് ഇവിടെ നോട്ട് ഈക്വൽ ടു വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിങ്ങനെയും ചെക്ക് ചെയ്യാം. പക്ഷേ ഇതും റിഡൻഡൻ്റ് ആണ്. ഈസ് നോട്ട് ലോഗ്ഡ് ഇൻ എന്ന് എഴുതുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇത് സിമ്പിളാണ്, ക്ലീനും കൂടി ആയിരിക്കും നമ്മളിങ്ങനെ എഴുതുമ്പോൾ. ഓക്കെ, ഇനി സോ ഞാൻ പറഞ്ഞു ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് സ്ട്രിങ്സും കൂടി കമ്പയർ ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷേ ഇത് ആൽഫബറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ലെക്സോഗ്രാഫിക്കൽ ഓർഡറിലാണ് ഫോളോ ചെയ്യുന്നത്, അതായത് യൂണിക്കോഡ് വാല്യൂസ് അനുസരിച്ചിട്ട്. അതിനർത്ഥം ബേസിക്കലി ഇവിടെ ബി, ഞാനിവിടെ സ്ട്രിങ് ആണ് യൂസ് ചെയ്യുന്നത്. സ്ട്രിങ് എ യൂസ് ചെയ്യുന്നത്, എന്നിട്ട് ക്യാപിറ്റൽ ബി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ യൂണിക്കോഡ് വാല്യൂ ആണ് കൂടുതൽ. ഓക്കെ, പിന്നെ ഒരു ഇതും കൂടി വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സിനേക്കാളും ചെറുതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ ഇത് ട്രൂ വരാനുള്ള കാരണം. ഓക്കെ, പിന്നെ എയുടെ വാല്യൂ യൂണിക്കോഡ് വാല്യൂ ബിനേക്കാളും കൂടുതലാണ്, അതുകൊണ്ടാണ് ബിയുടെ യൂണിക്കോഡ് വാല്യൂ അതിനേക്കാളും കൂടുതലാണ്, അതുകൊണ്ടാണ് ഇവിടെ ഫോൾസ് വരാനും കാരണം. ഓക്കെ, പിന്നെ ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തു, ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തു എയും ബിയും തമ്മിൽ. അവിടെ നേരത്തെ പറഞ്ഞിരുന്നു ക്യാപിറ്റൽ ബിയുടെ യൂണിക്കോഡ് വാല്യൂ ചെറുതാണ്, അതുകൊണ്ട് തന്നെ ജാവാസ്ക്രിപ്റ്റിൽ ലെറ്റേഴ്സിനെ സ്മോളർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് സ്ട്രിങ് കമ്പാരിസൺ ചെയ്യുമ്പോൾ കേസ് സെൻസിറ്റീവായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കുകയാണെങ്കിൽ ഒരു സ്ട്രിങ് ഉണ്ട്, അതിനെ ലോവർ കേസ് ആക്കുക, ഇവിടെ സ്ട്രിങ് ഉണ്ട് അതിനെ ലോവർ കേസ് ആക്കുക. അപ്പോൾ ഇത് സ്ട്രിങ്ങിൻ്റെ കേസ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് ട്രൂ, അത് സെയിം സ്ട്രിങ് ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. സോ ഇങ്ങനെ കേസ് നോർമലൈസ് ചെയ്ത് സ്ട്രിങ് കമ്പാരിസൺ കുറച്ചുകൂടി പ്രെഡിക്റ്റബിൾ ആകും ആക്ച്വലി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പ് അപ്പ് ചെയ്യുകയാണ്. ആസ് യൂഷ്വൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യുക, ഞാൻ ഫിക്സ് ചെയ്യാൻ നോക്കാം. താങ്ക്സ് ലോട്ട്, ബൈ.